വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ കൊണ്ടും കൊടുത്തും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് ആവേശത്തിലേക്ക്. പാനൂരും പൗരത്വവും മുതൽ കേരള സ്റ്റോറിയും തൃപ്പൂണിത്തുറയും വരെ പോരിന് ചൂട് പകരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മണ്ഡല പര്യടനത്തിലാണ്. ഇരുപത് മണ്ഡലങ്ങളിലും ഇടതു തരംഗമെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. എന്നാൽ 20 നേടുമെന്നാണ് AK ആന്റണിയുടെ ആത്മവിശ്വാസം. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വിയർപ്പൊഴുക്കുകയാണ് BJP. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് മണിപ്പൂരും പൗരത്വ നിയമ ഭേദഗതികളുമെല്ലാം നേരത്തെ തന്നെ ചർച്ചാ വിഷയമാണ്. മുഖ്യമന്ത്രിയും മുന്നണിയും CAA റാലികളുമായി മണ്ഡലത്തിൽ നിറഞ്ഞപ്പോൾ BJPയെയും സംസ്ഥാന സർക്കാരിനെയും ഒരുപോലെ കടന്നാക്രമിച്ചാണ് UDF കളം നിറഞ്ഞത്. പ്രചരണ കാലത്തിന്റെ പകുതിയും പിന്നിടുമ്പോഴും പൗരത്വ വിഷയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. CAA വിഷയം കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തതുയർത്തി UDFനെതിരെ പ്രത്യാക്രമണത്തിനൊരുങ്ങുകയാണ് CPM. പത്രികയുടെ 8-ാം പേജിൽ വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന പ്രതിപക്ഷവാദം ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി അടക്കം വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ കോൺഗ്രസിന് നേരെ അമ്പു തൊടുത്തത്. മറ്റു നേതാക്കളും മന്ത്രിമാരുമെല്ലാം വിഷയം ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട്. പൗരത്വം വിഷയത്തിൽ CPMന് ആത്മാർത്ഥതയില്ലെന്നും പ്രക്ഷോഭകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കാത്തത് ഇതിന് തെളിവാണെന്നുമുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായാണ് കോൺഗ്രസ് പ്രകടന പത്രിക CPM ചർച്ചയാക്കിയത്. എന്നാൽ പത്രികയുടെ 8-ാം പേജിൽ വിഷയം പരാമർശിച്ചിട്ടുണ്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിച്ചുണ്ടാക്കിയ നിയമങ്ങളെല്ലാം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ റദ്ദാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധം. രാഷ്ട്രീയത്തിനപ്പുറം എല്ലാറ്റിനും കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ആവർത്തിച്ചും ആരോപിച്ചും പിന്തുണ ഉറപ്പാക്കാനുള്ള അടവുമായാണ് അവസാന ലാപ്പിൽ ഇടതുമുന്നണി എത്തുന്നത്. പാനൂർ ഉയർത്തിയ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കുന്നതിനോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ കേരളത്തിൽ ദേശീയ സാഹചര്യങ്ങൾ മുൻനിർത്തി കോൺഗ്രസിന് പരമാവധി വോട്ടു കിട്ടേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുമാണ് UDF നീക്കം.